ഒരു ഹായ് പറയും. ചിലരെ കാണുമ്പോൾ അറിയില്ല ആ സെറ്റപ്പ് ആട്ടോ. ചിലരെ കാണുമ്പോൾ അടിപൊളി, നല്ല അടിപൊളി, നല്ല രസമുണ്ട്. ഫസ്റ്റ് ടൈം ആണോ? 5ാമത്തെ പ്രാവശ്യം. എവിടെ വീട്? എവിടെയാ? എറണാകുളം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ നമ്മളിപ്പോൾ കൊല്ലത്താണ്, കൊല്ലം കരുനാഗപ്പള്ളിയിലാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇതേ ഞാനുണ്ട്, വൈഫുണ്ട്, വൈഫിൻ്റെ അനിയത്തിയുണ്ട്, അമ്മയുണ്ട്, ഇതേ അനിയനുണ്ട്, അനിയൻ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ കൊല്ലത്ത് ചവറക്കടുത്തുള്ള കൊറ്റംകുളങ്ങര എന്ന് പറഞ്ഞ അമ്പലത്തിലേക്ക് പോകാം കേട്ടോ. ആ അമ്പലത്തിൽ പ്രത്യേകതയുണ്ട്, ഇന്ന് ചമയവിളക്കാണ് അവിടെ. അമ്പലത്തിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആണുങ്ങൾ പെൺവേഷം കെട്ടിയിട്ടുള്ള ഒരു പരിപാടി കേട്ടോ. അത് അവിടെ വിളക്കെടുക്കും, അങ്ങനെയല്ലേ? അതെ. അപ്പോൾ ഞങ്ങളിവിടെ കരുനാഗപ്പള്ളി കുറച്ച് ടൗണിലേക്കൊക്കെ പോയപ്പോഴേക്കും ആണുങ്ങൾ ഇങ്ങനെ പെൺവേഷം കെട്ടിയിട്ട് ഇങ്ങനെ നടന്നു പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ പോയിട്ട് ആ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എങ്ങനെയാണെന്നുള്ള എക്സ്പീരിയൻസ് ചെയ്യണം. ഇതാണ് അമ്മ. അമ്മയ്ക്കറിയാവോ എന്താണ് ആ ചമയവിളക്കിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? അമ്മയ്ക്ക് ചമ്മലാണ്. ഇത് അനിയത്തിയാണ്, ആവണി എന്ന കിങ്ങിണി. ഇവള് പച്ച ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അനിയനെ കാണിച്ചു തരാം. അനിയന്റെ വെയിറ്റ് ചെയ്യുന്നു. ചന്ദൂര് ഹായ് പറയൂ. ആ അപ്പൊ നമുക്ക് നേരെ കൊറ്റംകുളങ്ങര പോയിട്ട് അമ്പലത്തിൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. നേരെ അങ്ങോട്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, കുഞ്ഞമ്മയുടെ വീട് അവിടെയാണ്, നേരെ അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതിന്റെ അടുത്ത് തന്നെയാണ് അമ്പലം ഉള്ളത്. പിന്നെ ആണുങ്ങള് പെൺവേഷം കെട്ടി ഒരു വിളക്കെടുക്കുന്നത്, അതാണ് ഇവിടുത്തെ ഐതിഹ്യം എന്ന് പറയുന്നത്. അതെന്താണ് ഐതിഹ്യമല്ല, നമുക്കിപ്പോ ഒരു വിശ്വാസമില്ലേ. അതുപോലെ തന്നെ ആണുങ്ങള് പെൺവേഷം കെട്ടി ചമയവിളക്ക് എടുക്കണ ഒരേ ഒരു അമ്പലമാണ് കേരളത്തില്. അപ്പൊ ഒരുപാട് ജില്ലകളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇന്നലെ കുട്ടികൾ ഒരുപാട് ജില്ലകളിൽ നിന്നും ഇങ്ങനെ നേർച്ച എടുത്തിട്ട് ഇങ്ങനെ നമ്മളെ ആഗ്രഹം സഫലമാവാൻ വേണ്ടിട്ട് നമ്മൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ ആണുങ്ങൾ പെൺവേഷം കെട്ടിയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാവുന്നതാണ് ഈ ചമയവിളക്ക് എടുത്തു കഴിഞ്ഞാൽ. അങ്ങനെയാണെന്ന വിശ്വാസം. ഇന്നലെ കുട്ടികളുടെ ആയിരുന്നു, ഇന്ന് മുതിർന്നവരുടെ. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോലെ. അനിയനൊക്കെ എടുത്തിട്ടുണ്ട്, കുഞ്ഞിലെ ചെറുപ്പത്തില് അനിയനൊക്കെ എടുത്തിട്ടുണ്ട്, പിന്നെ ഇവളുടെ കസിൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മളിതേ കരുനാഗപ്പള്ളി ടൗണിലെത്തി. ബസ് സ്റ്റാൻഡിനെടുത്തിട്ട് ഒടുക്കത്തെ ബ്ലോക്കാട്ടോ. എല്ലാവരും 2:30 ആയി. ഫുഡ് അവിടെ നിന്നായിരിക്കും കഴിക്കുന്നത്. ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല, എല്ലാവരും വിശന്നിരിക്കാന്ന് തോന്നുന്നു. അമ്മ പായസം കുടിച്ചോണ്ടിരിക്കുകയാണ്. കുടിച്ചു കഴിഞ്ഞാ പായസം കാണിച്ച്. ഇവിടെ B&B എന്ന് പറഞ്ഞ ബേക്കറി ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് അടപ്പായസം മേടിച്ചോണ്ട് വന്നു. ഞങ്ങൾ കുറച്ച് കുടിച്ച് ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം കുടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കഴിക്കാൻ പറ്റില്ല ഫുഡ്. എങ്ങനെയുണ്ട് പായസം? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി പായസമായിരുന്നു. ഇടയ്ക്ക് അവിടെ നിന്ന് മേടിക്കാറുണ്ടെന്നാണ്. നോയമ്പായതുകൊണ്ട് അവിടെ പായസം ഇല്ലായിരുന്നു. ഇപ്പം എല്ലാം പെരുന്നാള് കഴിഞ്ഞപ്പോഴത്തേക്ക് പായസമൊക്കെ വരാൻ തുടങ്ങിയല്ലേ? ഇവിടുന്ന് ചവറയ്ക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 10 കിലോമീറ്റർ ഉള്ളു. അപ്പൊ ഞങ്ങളിപ്പോ ഒരു അരമണിക്കൂറിനുള്ളിൽ എത്തും. ഇപ്പൊ ആ അമ്പലത്തിനടുത്ത് ഇപ്പോ ഈ പെൺവേഷം കിട്ടിയ ആൾക്കാരുണ്ടാവോ? ഇപ്പൊ ഉണ്ടാവത്തില്ല അല്ലേ? രാവിലെ അത് ഇന്നലെ വെളുപ്പിനെ വരെ നിന്നവര് ഇന്നലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ടൗണിൽ വന്നപ്പോഴേക്കും ഒരുപാട് പേര് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. വിളക്കെടുപ്പ് വെളുപ്പിനാണ് വിളക്കെടുപ്പ് അല്ലേ? വെളുപ്പിനെയാണ് വലിയവര് വന്ന്. കൊച്ചുക്കളൊക്കെ ആണെങ്കിൽ സന്ധ്യ തൊട്ട് വിളക്കെടുപ്പ്. ഓ, അത്ര നേരം നിക്കണ്ടല്ലോ പിള്ളേരല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ചന്തു ചെറുപ്പത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ ഫോട്ടോസൊക്കെ അവിടെ ഉണ്ട്, വേണമെങ്കിൽ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇവളെന്നോട് പറയാണ് മറ്റേ മീശയും താടിയൊക്കെ പഠിച്ചിട്ട് എന്നോട് എടുക്കാൻ വേണ്ടിട്ട്. കഴിഞ്ഞ മാസമാണ് എടുക്കായിരുന്നു, ഞാൻ മൊത്തം ഷേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിത് ഹൈവേന്ന് നേരെ ലെഫ്റ്റ് എടുക്കുകയാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചമയവിളക്ക് മഹോത്സവം എന്ന് പറഞ്ഞ്. ഓ, അതെ അമ്പലത്തിന്റെ കോമ്പൗണ്ടിലാണോ? കണിക്കൊന്നൊക്കെ പൂത്തിപ്പുണ്ട്. ഇതേ സൈഡുകളിലായിട്ട് കടകളൊക്കെ ഉണ്ട് ഉത്സവത്തോടനുബന്ധിച്ചുള്ള.
ഇതാണ് അമ്പലത്തിലെ കുളം റൈറ്റ് സൈഡിൽ. ഇതാണ് കൊറ്റംകുളങ്ങര അമ്പലം. വൈകിട്ടാവും ഇവിടെ തിരക്കും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട്. വെയിലാണ്. നമ്മൾ നേരെ കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഈവനിങ് ഇറങ്ങുള്ളൂ. ഗൈസ്, അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ എത്തി. ഇവിടെ വേറെ കുറേ ആൾക്കാരുണ്ട്. ഇതാണ് സ്ഥലത്തിന്റെ ഉടമസ്ഥൻ മനീഷ് ചേച്ചൻ. പിന്നെ നമ്മുടെ ഇവിടെ ഇന്നാണുള്ള പരിപാടി. ഈ ശരിക്കും പറഞ്ഞാൽ ഈ കൊറ്റംകുളം അമ്പലത്തിനെ കുറിച്ച് ഐതിഹ്യം എന്താണ്, അത് അറിയാവോ? ഈ അമ്പലം വന്ന സമയത്ത് കുറച്ച് കുട്ടികൾ കളിക്കാനായിട്ട് പോയി. അപ്പോൾ അവിടെ ഒരു കല്ല് കണ്ടു. ആ കല്ലിനകത്ത് തേങ്ങ ഇങ്ങനെ പൊതിച്ചപ്പോൾ ആ കല്ലിൽ നിന്ന് രക്തം വന്നു എന്നാണ് കഥ. അപ്പോൾ അതിൽ നിന്ന് അപ്പോൾ അന്നേരം അവരെന്ത് ചെയ്ത് പേടിച്ചപ്പോൾ അവര് ചെന്ന് തിരക്കിയപ്പോൾ അവിടെ ദേവിയുടെ ഇതുണ്ട്. അങ്ങനെയാണ് അവിടെ അമ്പലം വരുന്നത്. അപ്പോൾ അവരവിടെ കളിച്ചോണ്ടിരുന്ന സമയത്ത് അവർ ഈ കുരുത്തോല കൊണ്ട് അവിടെ ഒരു പന്തലൊക്കെ ഉണ്ടാക്കിയിട്ട് കുതിരയെ കെട്ടുകയും എന്നിട്ട് ആൺകുട്ടികൾ പെണ്ണുങ്ങളുടെ വേഷം കെട്ടിക്കൊണ്ട് അവിടെ ഇത് ഒരു ഉത്സവം പോലെ നടത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെ ദേവിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അതിന്റെ ഭാഗമായിട്ട് ഭാവിയിൽ ഇങ്ങനെ നടന്നു വരുന്നത് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഒരു ഇങ്ങനെ ആണുങ്ങൾ പെൺവേഷം കെട്ടിയിട്ട് നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഓക്കെ ആവുന്നുള്ളതൊക്കെയാണ് പറയണത് അല്ലേ? അതാണ് അവരുടെ ഒരു ഐതിഹ്യം. അതാണ് എൻ്റെ. അപ്പൊ ഇത് വളരെ പണ്ടോട്ടെ തന്നെ നടക്കുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഇഷ്ടംപോലെ ആളുകൾ പല ജില്ലകളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ദൂര സ്ഥലങ്ങളിൽ നിന്ന്, ജില്ലകളിൽ നിന്ന് മാത്രമല്ല കേരളത്തിന് പുറത്തുനിന്ന് പോലും ആളുകൾ വരുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് 2 ദിവസമായിട്ടാണ്, 10-15 ദിവസങ്ങളിലായിട്ടാണ് ഇത് നടക്കുന്നത്. എല്ലാ വർഷവും മീനം 10-15. അതായത് ഡേറ്റ് അല്ല, ഇംഗ്ലീഷ് അല്ല, മലയാള മാസം മീനമാസം 10-15 അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം 1-ാം തീയതി തൊട്ട് ദേവി ഇങ്ങനെ നമ്മുടെ ഈ കരകളിലെല്ലാം പോവുകയൊക്കെ ചെയ്യും. അത് ഓരോ 4 കരകളാണ് ഇവിടെ ഉള്ളത്. 4 കര. അപ്പോൾ അത് ഒന്നെന്ന് പറഞ്ഞാൽ ചവറക്കര ഉണ്ട്, പിന്നെ ഉള്ളത് പുതുക്കാട്, പിന്നെ കോട്ടയ്ക്കകം, പിന്നെ കുളങ്ങര കരയിലാണ് അമ്പലം നിൽക്കുന്നത്. അപ്പോൾ ഈ 4 കരയിലും ഓരോ 2 ദിവസം വീതം യാത്ര ചെയ്ത് ദേവി എല്ലാ ആളുകളെയും കാണുകയും ഈ ഉത്സവം ആണ്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അൻപലിപ്പറയാണ് ഇവിടുത്തെ പ്രധാനം എന്ന് പറഞ്ഞാൽ 5 പറയിട്ടുള്ള അതിനെയാണ് നമ്മുടെ ദേവിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞത് അൻപലിപ്പറ. അതൊരു പ്രധാന വഴിപാടാണ്. പിന്നെ ഈ കൊറ്റൻ നിവേദ്യം എന്ന് പറയും. ശരിക്കും നമ്മുടെ ഈ സ്ഥലത്തിന് ഈ ഒരു പേര് വന്നത് തന്നെ ആ ഒരു കൊറ്റൻ നിവേദ്യം. ഈ കൊറ്റ അതായത് ഈ കുട്ടികൾ തേങ്ങ ഇടിച്ചു പിഴിഞ്ഞ് അവിടെ അത് ദേവിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ആ ഒരു കൊറ്റൻ നിവേദ്യം തന്നെ ഇവിടെ ഒരു പ്രധാന വഴിപാടായിട്ട്. അതിൽ നിന്നാണ് ഈ സ്ഥലത്തിന് അങ്ങനെ ഒരു പേര് വന്നത്, കൊറ്റംകുളങ്ങര. അപ്പൊ അതാണ് ചെറിയൊരു ഷോർട്ട് ഫോം ആണ് ഈ കൊറ്റംകുളങ്ങര എന്ന് പറഞ്ഞ അമ്പലത്തിന്റെ ഐതിഹ്യവും കൊറ്റംകുളങ്ങര അമ്പലത്തിന്റെ ഉത്സവം എങ്ങനെ ഉണ്ടാകുന്നൊക്കെയുള്ള ചെറിയൊരു ഐതിഹ്യമാണ്, ചെറിയൊരു വിവരണം. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒത്തുചേർന്നിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വൈകുന്നേരമാണ് പരിപാടി. അതിന് മുമ്പ് തന്നെ വേറൊരാൾ ഇവിടെ ഉണ്ട്. ഈ വീട്ടിലെ ഒരു പ്രധാന ആളാണ് ജാക്കി. എത്ര വയസ്സായി ഇപ്പൊ ഇവന്? ഇവനാണ് ആളെ ഇടുന്ന ആളല്ല, ഇവരെ കൂടെ തന്നെ കഴിയുന്ന ഒരാളാണ്. ഇവിടെ കുറെ പ്രാവുകളുണ്ട്. പറന്നുപോയി. അങ്ങനെ സമയം ഇപ്പോൾ ഒരു 6 മണിയായിട്ടുണ്ട്. ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോവാണ്. ഞാനുണ്ട്, ഇതുണ്ട് ശ്രീകുട്ടി. ഇതാണ് ശ്രീകുട്ടി. ശ്രീകുട്ടി ഹായ് പറയും. കസിനാണ്. ഈ സാധനം മിണ്ടത്തില്ല കേട്ടോ. ഈ ഒരു പറമ്പിൽ വെച്ചിട്ടാണ് പരിപാടിയൊക്കെ നടക്കുന്നത്. ഈ സ്ഥലത്തിന്റെ പേരെന്താന്ന് പറഞ്ഞു? കടുത്താട്ട് വയൽ. ഇവിടെ വെച്ചിട്ടാണ് കുതിരപ്പിടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് എത്ര മണിയാവും? ഒരു ഈവനിങ് ഒക്കെ ആവും അല്ലേ? അത് വരുന്ന സമയത്ത് പിന്നെ ഇവിടെ ലൈറ്റ് പവറൊക്കെ ഓഫ് ചെയ്യും എന്നാണ് പറഞ്ഞല്ലേ? കറണ്ട് കട്ടാവും. അപ്പൊ ഞങ്ങൾ ഫോണൊക്കെ ചാർജ് ചെയ്താൽ വെച്ചിട്ടുണ്ട് ഞങ്ങള്. പിന്നെ അത് മാത്രമല്ല ഇവിടെ ഫുള്ള് ഇരുട്ടായിരിക്കും, തിരക്കായിരിക്കും, നമുക്ക് അന്നേരം വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റത്തില്ല. ഞാൻ ആദ്യമായിട്ട് ഈ കുതിരപ്പിടിയെ കാണുന്നത്. പക്ഷെ കുറച്ച് ഇരുട്ടാവും. അപ്പൊ രാത്രി പോലീസുകാരൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാരും വന്നോണ്ടിരിക്കുക. ഈ വീടുകളിലൊക്കെ ഉള്ള റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ വന്നോണ്ടിരിക്കുക. അതെ. ഓരോ കടകളൊക്കെ ചെല്ലുമ്പോഴത്തേ അങ്ങോട്ടും അങ്ങോട്ട് വലിക്കുക. കമ്മല് മാത്രം മേടിച്ചു. ഇവിടെ സൈഡിൽ ഓരോ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അത് കാണുമ്പോഴേക്കും അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ബാക്കിൽ 2 പിള്ളേർ വരുന്നുണ്ട്, അവരൊന്നും പറയുന്നില്ല. അവര് അങ്ങോട്ടോട്ട് പരസ്പരം പറയുന്നുണ്ട്. അതാ
ഗൈസ് അപ്പോൾ സമയം ഇപ്പോൾ 8 മണിയായിട്ട് 8 മണി 9 മണിയായില്ലേ 9 മണിയായിട്ടുണ്ട്. ഇത് ഇവളുടെ കസിനാണ്. ഇപ്പോൾ വന്നോളൂ 9:30 ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ കുതിരപ്പിടി ഇതേ ഇങ്ങോട്ട് നമ്മുടെ കടത്താട്ട് വയലിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അനു എന്നാണ് പേര്. അനു ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്? എത്ര വർഷം വേണ്ടിട്ടുണ്ട്? ആണല്ലേ. അനു ഡാൻസറാണ്. ഡാൻസൊക്കെ കളിക്കും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാറുണ്ട് റീലൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ആ പിന്നെ കുതിരപ്പിടി ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഈ ലൊക്കേഷനിലൊക്കെ കറണ്ടൊക്കെ പോയി അല്ലേ. പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകണം. അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പെൺവേഷം കെട്ടിയിട്ടുള്ള ആൾക്കാരെ കാണാം. യൂട്യൂബൊക്കെ കാണാറുണ്ടോ? യൂട്യൂബൊക്കെ കാണാറുണ്ടോ? നാളെ വന്ന് സ്നാപ്ചാറ്റൊക്കെ ഉണ്ടോ? മീഷോയിൽ നിന്ന് ഡെയിലി ഓർഡർ ചെയ്യുന്ന ആളാട്ടോ. ഭയങ്കര ഓൺലൈന് മീഷോയുടെ ഡ്രസ്സായിരുന്നു. ഇത് രണ്ടും എൻ്റെ അളിയന്മാരാണ്. കുഞ്ഞളിയന്മാര്. കുഞ്ഞളിയന്മാരെ പേര് പറ. അനന്തു, ആയിഷ്. ഇത് രണ്ടുപേരും. ഒരാൾ +2 ഒരാൾ എഞ്ചിനീയറിംഗ്. രണ്ടുപേരും 1 വയസ്സുള്ള ഗ്യാപ്പുള്ളൂ. ഇതാണ് അച്ഛൻ. അച്ഛനിപ്പോ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നുള്ളൂ. അച്ഛൻ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിത് ഇപ്പോൾ അങ്ങോട്ട് അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോവാണ്. അച്ഛൻ എല്ലാ പ്രാവശ്യം വരാറുണ്ട് ഇവിടെ? എല്ലാ പ്രാവശ്യം വരാറുണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകാം അല്ലേ? നമുക്ക് പോവാം. വിളിച്ചപ്പോൾ നമ്മളപ്പോൾ കുതിരപ്പിടി കണ്ടുകൊണ്ട് അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകാം. ഇടുക്കത്ത് തിരക്കാം. നമ്മളങ്ങനെ പെൺവേഷം കിട്ടി കാണാൻ വേണ്ടി പോവാണ്. കണ്ടില്ല തിരക്ക്. എല്ലാവരും ഇവർ രണ്ടുപേരും ഇരട്ടകളാട്ടോ. മാട്രാനിലെ സൂര്യ പോലെ ഇവർ രണ്ടുപേരും ഒന്നിച്ച് നടക്കുള്ളൂ. ഇവർ രണ്ടുപേരും മാത്രമേ സംസാരിക്കുള്ളൂ. കാരണം പുറത്താരും കേൾക്കത്തില്ല ഇവർ വർത്താനം എന്താന്ന്. ഇവരെന്താ സംസാരിക്കുന്നത് പുറത്താരും കേൾക്കത്തില്ല. ഹായ് പറയും. വിളക്കെടുക്കാൻ വന്നാണോ? ഫസ്റ്റ് ടൈം ആണോ? 6 വർഷമായി. 6ാമത്തെ വർഷമാണ്. എവിടെ സ്ഥലം? എവിടെ? വീട് പാലക്കാട്. പാലക്കാടാണോ? അപ്പോൾ ഇവിടെ സ്റ്റേ അടിച്ചോ? ചോദിച്ചോട്ടെ. നമ്മൾ ആഗ്രഹം സഫലമാകാൻ വേണ്ടിയിട്ടല്ലേ? എന്താഗ്രഹം സഫലമാകാൻ? ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊന്നും പുറത്ത് ആരോടും പറയാറില്ല. പക്ഷെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ 90% സക്സസ്ഫുൾ ആയി. ഒരു 10% ഇത് കഴിഞ്ഞ് സക്സസ് ആണ്. ആ ഒരു വിശ്വാസം. കാരണം കഴിഞ്ഞ 5 ഇയേഴ്സും എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളാണ് അത് നിറവേറ്റി തന്നിട്ടുണ്ട്. ഓഫ് കോഴ്സ് എന്തായാലും അടുത്ത പ്രാവശ്യം. ഓക്കെ, നമുക്കൊരു സെൽഫി എടുക്കാം. ഓഫ് കോഴ്സ്. എത്രാമത്തെ പ്രാവശ്യമാണ് ചെയ്യുന്നത് വിളക്കെടുക്കുന്നത്? 5ാമത്തെ പ്രാവശ്യം. എവിടെ വീട്? എവിടെയാ? എറണാകുളം. എറണാകുളത്ത് എവിടെ? പെരുമ്പാവൂര്. എപ്പോ വന്ന ഇവിടെ? ഇന്നലെ. ഞങ്ങൾ വ്ളോഗ് ചെയ്യാം കേട്ടോ. നിങ്ങളെല്ലാവരും ഒരുമിച്ചാണോ? നമ്മള് എറണാകുളത്താണ്. എറണാകുളത്ത് പിറവാണ്. ചിലരെ കാണുമ്പോ ആ സെറ്റപ്പ് ആട്ടോ. ചിലരെ കാണുമ്പോ അടിപൊളി, നല്ല അടിപൊളി, നല്ല രസമുണ്ട്. ചിലരെ കാണുമ്പോ അടിപൊളി കേട്ടോ. പെണ്ണുങ്ങൾ മാറിയിരിക്കും. അത്രയും രസം കെട്ടിയൊരുങ്ങി വന്നപ്പോഴേക്കും. ഇപ്പൊ തിരക്ക് കൂടി വന്നിട്ട് ഭയങ്കര തിരക്കാ. ഞങ്ങളിങ്ങനെ ഒച്ച എഴുതുന്ന പോലെ എഴുതി അമ്പലത്തിനടുത്ത് എത്തിയപ്പോ സമയം എത്രയാവും? ഏകദേശം സമയം എത്രയാണോ? അതല്ല, ഇപ്പൊ നമ്മളിപ്പോ അവരെങ്ങോട്ടാ പോകുന്നത്? അവിടെ തൊഴുതിട്ട് അമ്പലത്തിലേക്ക് വരും അല്ലേ? ഞങ്ങളിപ്പോ അമ്പലത്തിന്റെ അടുത്ത് എത്തി ഓൾമോസ്റ്റ്. ആണല്ലേ? ഈ ബാക്കിൽ വരുന്ന രണ്ടുപേരും വിളക്കെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരും എത്ര വയസ്സുള്ളപ്പോഴാണ്? ചെറുതില്ല, 4 വയസ്സ് 5 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ്. അടക്കത്തില്ല, സംസാരിക്കത്ത് പോലും ഇല്ല.
ഇപ്പൊ അവർക്ക് അതൊക്കെ പറയുമ്പോൾ നാണം. ഒരു മാമന്റെ കൈ പിടിച്ചോണ്ട് പോയത് ഇവര് രണ്ടുപേര് ഞങ്ങളാന്ന് വിചാരിച്ചിട്ട് വേറെ ആരെയോ കൈ പിടിച്ചോണ്ട് പോയത്. ഫസ്റ്റ് ടൈം ആണോ? ആദ്യമായിട്ടല്ല എടുക്കുന്നത്. എന്ത് ആഗ്രഹ സാധിച്ചു, അതുകൊണ്ടാണ് എടുക്കുന്നത്. അതെ, ഞാൻ അടുത്ത പ്രാവശ്യം എടുക്കും ഉറപ്പായിട്ട്. ആദ്യമായിട്ട് അപ്പോൾ നമ്മളിവിടെ ഒരു ബേക്കറി പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കൊറ്റംകുളങ്ങര അമ്പലത്തിന് തൊട്ടടുത്തായിട്ട്. ബേക്കറിയുടെ പേരെന്താ? ന്യൂ ബേക്സ്. പുതിയ എപ്പോഴാണ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തത്? 14-നാണ് തുടങ്ങിയത് ഈ മാസം. കൊറ്റംകുളങ്ങര അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് തന്നെയാണ് ബേക്കറി ഉത്സവത്തിന്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പൊ ഇന്ന് ടൈമിംഗ് ഒക്കെ എങ്ങനെയായിരിക്കും? ഇന്ന് ഫുൾ ഡേ ഉണ്ട്. ഫുൾ ഡേ ഉണ്ട്, രാവിലെ വരെ ഉണ്ടല്ലേ? അപ്പൊ ഈ വിളക്കെടുപ്പ് ഇതുവരെ വന്നിട്ടുണ്ടോ? അപ്പൊ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ബാറ്ററി ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ്. വീട് എവിടെയായിരുന്നു? വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് 25 വർഷമായി. പക്ഷെ ആദ്യമായിട്ടാണ് ഞാനിത് കാണുന്നത്. ഞാനും ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ എറണാകുളം തന്നെയാണ്. വീട് എറണാകുളമാണ്. അപ്പോ രാവിലെ വരെ ഉണ്ടാവുമല്ലോ എന്തായാലും? ഇന്നലെ അതുപോലെ രാവിലെ വരെ ഉണ്ടായിരുന്നു. നല്ല തിരക്കുണ്ട് ഉത്സവത്തിന്. ആദ്യമായിട്ടാണ് കാണുന്ന ഏറ്റവും ഒരു സന്തോഷവും. ഞാനും ആദ്യമായിട്ടാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല. നമ്മളത് കേട്ടിട്ടുണ്ട് ഒരുപാട്. സമയവിളക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടത്തെ ആൾക്കാരുടെ വലിയ വിശ്വാസമായി. അതെ, പിന്നെ കുതിരപ്പിടി, കാളപ്പിടി, അങ്ങനെ വീട് എവിടെയായിരുന്നു? വീട് നമ്മൾ താമസിക്കുന്ന അടുത്ത് തന്നെയാണ്. സ്ഥലം പത്തനംതിട്ടയാണ്. ഞാനിവിടെ കല്യാണം കഴിച്ച് ഇവിടെ വന്നിട്ട് 25 കൊല്ലമാവുന്നു. ആനകളുടെ ഉത്സവം അങ്ങനെയൊക്കെയുള്ളൂ. അതെ. അല്ല, ഇത് ഇവിടെ കൊറ്റംകുളങ്ങര ദേവി എന്നൊക്കെ പറയുന്നത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണ്. കാരണം ഒരുപാട് 5 വർഷം 6 വർഷമൊക്കെ പുറത്തെടുക്കുന്ന ആൾക്കാരുണ്ട്. അതെ, രാവിലെ വരെ അടിപൊളിയാവട്ടെ. ഇവിടെ ഒടുക്കത്തെ തിരക്കാണ്. ഞങ്ങളിവിടെ പോയിട്ട് നമ്മുടെ മനീഷ ചേച്ചിന്റെ കൊച്ചത്തിന്റെ നേരത്തെ പറഞ്ഞില്ലേ, അവിടെ ഒരു ബേക്കറി ഉണ്ട്. ആ ബേക്കറി പോയിട്ട് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ച് മടുത്ത് ഇത് ഊതിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരുപാട് ആണുങ്ങൾ സ്ത്രീവേഷം വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. 5 വർഷം 6 വർഷം 7 വർഷമൊക്കെ ആയ ആൾക്കാരുണ്ട്. ഞങ്ങൾ ചമയവിളക്കൊക്കെ കഴിഞ്ഞ് വെളുപ്പിന് ആവാറായിട്ടോ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് അല്ലേ. ഞങ്ങളുടെ കരുനാപ്പള്ളിയിൽ നിന്ന് പിറ്റേ ദിവസം തന്നെ എറണാകുളത്തിന് വന്നായിരുന്നു. ഞങ്ങളിപ്പോൾ ഔട്ടർ എടുക്കുന്ന എറണാകുളത്ത് വെച്ചാട്ടോ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ചമയവിളക്ക് എന്ന് പറഞ്ഞ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ ചമയവിളക്ക് എന്ന് പറയുന്നത് ട്രാൻസ് വുമൻസ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിന് വിളക്കെടുക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷെ അങ്ങനെ എടുക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ആണുങ്ങൾ തന്നെയാണ് പെൺവേഷം കെട്ടി എടുക്കുന്നത് അല്ലേ നമുക്ക്? ശരിക്കും അങ്ങനെ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ട്രാൻസ് വുമൻസ് ഒക്കെ ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചായിരുന്നു. അവർ മുമ്പ് ഒരു 6-7 പ്രാവശ്യമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അവരിപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ അവർക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എത്ര പേരെ നമ്മൾ കണ്ടല്ലേ. ശരിക്കും ചിലരെ കാണുമ്പോഴത്തേനും ചിലരെ കാണുമ്പോൾ കറക്റ്റ് പെണ്ണ് തന്നെയല്ലേ. ഞങ്ങൾ ഒരുപാട് കണ്ടു, ഒരുപാട് പെൺപിള്ളേരെ കണ്ട്. പെൺപിള്ളേരിൽ ആൺപിള്ളേർ പെൺവേഷം കെട്ടിയത് കണ്ട്. ശരിക്കും ചമയവിളക്ക് എടുക്കുന്നത് കണ്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി വൈബായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ആ പരിപാടിയിൽ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ എടുത്തുകൊണ്ടങ്ങ് പോകും. നടന്നു കിടന്നല്ലേ. ഇവിടെ നീ ഒരുപാട് പ്രാവശ്യം വന്നിട്ടില്ല ഇവിടെ ചമയവിളക്കിന്? അല്ല, നീ വന്നിട്ടില്ലാന്ന് പരിപാടി കാണാൻ വേണ്ടിട്ട്? എല്ലാ വർഷവും ഞാൻ പോകും. ഇവിടെ എന്നോട് പറയായിരുന്നു അടുത്ത പ്രാവശ്യം എടുക്കുക ഈ താടിയൊക്കെ വെട്ടിയിട്ടെന്ന്. ചിലപ്പോൾ നോക്കട്ടെ, വേറൊരു ചെറിയ സെറ്റപ്പ് ഉണ്ട് അല്ലേ? എടുക്കാം. അതെ, നോക്കട്ടെ. ആ സമയത്ത് സന്ദർഭമൊക്കെ അങ്ങനെ അനുയോജ്യമാവുകയാണെങ്കിൽ എടുക്കാം. അപ്പം നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആട്ടോ ഞങ്ങൾ എടുത്തിട്ടുള്ള എല്ലാം ചെറിയ ചെറിയ വീഡിയോ ആണ്, അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം പോകുമ്പോഴത്തേനും നമുക്കൊരു വേറൊരു വീഡിയോ, അടിപൊളി ഒരു വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കാം. നല്ലൊരു അടിപൊളി പരിപാടിയായിരുന്നു. കുതിരപ്പിടി ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. കുതിരപ്പിടി ഉണ്ട്, പിന്നെ ഓച്ചറയിൽ കാളപ്പിടി ഉണ്ട്. കാളപ്പിടി ഉണ്ട്. കുതിരപ്പിടി അടിപൊളിയായിരുന്നു കേട്ടോ.
സെറ്റപ്പായിരുന്നു. പിന്നെ 4 ആനകളുണ്ടായിരുന്നു, പിന്നെ ഒരുപാട് ഫ്ലോട്ടുകൾ ഉണ്ടായിരുന്നു. എല്ലാം കണ്ട് വെളുപ്പിനാവാറായി വീട്ടിൽ എത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഔട്ടർ എടുക്കാൻ പറ്റില്ല, ചാർജൊക്കെ തീർന്നു ഫോണിൻ്റെ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ അതിന് മുമ്പ് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു അടിപൊളി കിടുക്കൻ തകർപ്പൻ പൊളപ്പൻ വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ അനീഷ് ആൻഡ് ആര്യ. ബൈ.